ആസിഫ് അലിയുടെ സർക്കീട്ട് മനോരമ മാക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. സോ തിയേറ്ററിൽ അത്യാവശ്യം പീപ്പിൾ അക്സെപ്റ്റൻസ് ഒക്കെ നേടിയ സിനിമയാണ്. എന്നാൽ വലിയ ഹിറ്റും പരിപാടിയൊന്നും ആയില്ല. അപ്പൊ ആസിഫ് അലിയുടെ കുറച്ച് റീസെന്റ് സിനിമാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സർക്കീട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ആഭ്യന്തര കുറ്റവാളി വൻ ശോകപ്പടമായിരുന്നു. അഗൈൻ മിറാഷും വൻ ശോകപ്പടമായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഇത് OG ആസിഫ് അലി ഇസ് ബാക്ക്, ബോംബ് സ്റ്റാർ ഇസ് ബാക്ക് എന്ന് ഈ സിനിമ കാണുന്ന വരെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ അഭിപ്രായം മാറി. ദിസ് ഇസ് സച്ച് എ നൈസ് മൂവി. സിമ്പിൾ പ്ലോട്ട് ആണ്, നല്ല വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ. ബേസിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രവാസി ജീവിതം, പിന്നെ അവിടുത്തെ കഷ്ടപ്പാട്, നിസ്സഹായ അവസ്ഥ, അതൊക്കെയുണ്ട്. അറ്റ് ദ സെയിം ടൈം അല്ലാത്തവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഒരു 10, 27, 28 വയസ്സായിട്ട് ജോലിയൊന്നും ഇല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലോഡ് സീൻസ് ഈ സിനിമയിലുണ്ട്. സോ പേഴ്സണലി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ സീൻ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ കേട്ടോ. 2 മണിക്കൂർ എന്തോ ഉള്ളൂ ഡ്യൂറേഷൻ. നല്ല വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുള്ള പടം. സോ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആസിഫ് അലി തന്നെയാണ്. സോ ഇങ്ങേരുടെ കണ്ണിന് എന്തോ ഒരു മാജിക് ഉണ്ട്. ആള് കരയണതൊക്കെ ഭയങ്കര കിടുവാണ്. ഈ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് അനുരാഗ കരക്കിൻ വെള്ളം സിനിമയിൽ ബിജു മേനോൻ ആസിഫ് അലി അടിക്കേണ്ട ഒരു സീനില്. അത്രയും നല്ലൊരു അടി കൊണ്ട വേറൊരു നടൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര കിടുവായിട്ടാണ് അങ്ങേര് ആ എക്സ്പ്രഷൻ ഇട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇതിലൊരു ഹോട്ടലിൽ ഒരു സീൻ ഉണ്ട്. ഇങ്ങേർക്ക് വന്നിട്ട് ഭക്ഷണം കൊണ്ടേ കൊടുക്കും, ഇങ്ങേരെ കണ്ണ് നിറയുന്നത്. സോ ഇമോഷണലി എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിലും ആ ഒരു സീന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കണ്ണ്